Hi guys, digital മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മൾ എല്ലാവരും നഖം വെട്ടുന്നതാണ്. നഖം വെട്ടിയിട്ട് നമ്മൾ ഒരു ഷേപ്പ് ആക്കാൻ വേണ്ടിയിട്ട് ഒരു അര ഉപയോഗിക്കും. അതാണ് ഇന്ന് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ഇതാണ് ഞാൻ നേരത്തെ ക്രിയേറ്റ് വെച്ചതാണ്. ഇതെങ്ങനെ റീക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. ഓക്കെ, അതിന് നേരെ പാർട്ട് ന്യൂ, ആദ്യം ഒരു പേപ്പർ ഫ്രണ്ട് പ്ലെയിൻ നോർമൽ ടു സ്കെച്ച് 2D sketch create ചെയ്യാം. ലൈൻ എടുക്കാം, സ്ട്രൈറ്റ് ലൈൻ, അഗൈൻ ഹൊറിസോണ്ടൽ ലൈൻ. ഇനി നമുക്കൊരു ആർക്കാണ് വേണ്ടത്. ആർക്ക്, അഗൈൻ ഒരു ആർക്ക്, ആൻഡ് ക്ലോസ്. ഇനി നമുക്ക് സ്മാർട്ട് ഡയമെൻഷൻ, ഈ ലെങ്ത് 6 mm, down side 32 mm, ഇനി ടോട്ടൽ ലെങ്ത് ഈ end to this corner point 42 mm. ഇനി ഇതിൻ്റെ വിഡ്ത്ത് 5.75 mm. ഈ ആർക്കിൻ്റെ റേഡിയസ് 30 mm. ഓക്കെ, ഇപ്പോൾ ഫുള്ളി കൺസ്ട്രെയിൻ ആയിട്ടുള്ള ഡ്രോയിങ് ആയിട്ടുണ്ട്. നേരെ എക്സിറ്റ് കൊടുത്തിട്ട് ഫീച്ചേഴ്സ് ഇപ്പോൾ എക്സ്ട്രൂഡ് അപ്പ് ടു 1.6 mm. ഓക്കെ കൊടുക്കാം. ഓക്കെ, ഒരു ഡ്രോയിങ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ മെറ്റീരിയൽ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ക്രോമിയം പ്ലേറ്റ്, അതിൻ്റെ വ്യൂ ഒന്ന് ചേഞ്ച് കൊടുക്കാം. ഇതാണ് ക്രോമിയം പ്ലേറ്റ്. ഇനി ഇതിൽ ഫില്ലേറ്റ് എടുക്കാം. 1 mm റേഡിയസിൽ ഈ എൻഡിൽ. ഓക്കെ, ഇനി അഗൈൻ ഫില്ലേറ്റ് 0.15 mm. ഈ ഫേസ് 2 എണ്ണം, എന്നിട്ട് ഈ എഡ്ജ്. ഓക്കെ, കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലൊരു നമ്മൾ നഖംവെട്ടിയിൽ കണക്ട് ചെയ്യണമല്ലോ, അതിനൊരു സർക്കിൾ. നഖംവെട്ടി നമുക്ക് പിന്നെ അടുത്ത വീഡിയോയിൽ നമുക്ക് മെല്ലെ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, നോർമൽ ടു സ്കെച്ച്. അതിൽ ആദ്യം സർക്കിൾ ഡയമീറ്റർ 2 mm, റേഡിയസ് ഈ എൻഡ് തൊട്ടിട്ട് ഈ എൻഡ് വരെ. ത്രീ 3.5 mm ഈ പോയിന്റ് തൊട്ടിട്ട് ഈ ലെങ്ത് വരെ 3.2 mm. ഓക്കെ, ഫീച്ചേഴ്സ് എക്സ്ട്രൂഡ്, കട്ട്, അതിൻ്റെ ബ്ലൈൻഡ് മാറ്റിയിട്ട് ത്രൂ ആൾ കൊടുക്കാം. ത്രൂ ആൾ കണ്ടോ, അപ്പോൾ എല്ലാവരുടെയും ഫുള്ളായിട്ട് കട്ട് ചെയ്യുന്ന രീതിയിൽ അതിൻ്റെ പ്രിവ്യൂ. ഓക്കെ, കട്ടായിട്ടുണ്ട്. ഇനി നേരെ ചാംഫർ നമ്മൾ സ്ക്രൂ ഒക്കെ ഇടുമ്പോൾ ഒരു ഉള്ളിലേക്ക് തള്ളി നിൽക്കാൻ വേണ്ടിയിട്ട് ചാംഫർ എടുക്കാം. 0.25 mm. എന്നിട്ട് ഈ സർക്കിളിൻ്റെ 2 പാർട്ടും ഓക്കെ കട്ടായിട്ട് വന്നിട്ടുണ്ട്. ചാംഫറും വന്നിട്ടുണ്ട്. ഇനി ഡൗൺ ഫേസ് സെലക്ട് ചെയ്യാം. നോർമൽ ടു സ്കെച്ച്, ഒരു 2D സ്കെച്ച് ക്രിയേറ്റ് ചെയ്യാം. ക്ലോസ് ചെയ്യാം. സ്മാർട്ട് ഡയമെൻഷൻ 0.25 mm. ഈ എൻഡ് തൊട്ടിട്ട് ഈ എൻഡ് വരെ ഓൺലി 1 mm. ഫുള്ളി കൺസ്ട്രെയിൻ ആയിട്ടുള്ള ഡ്രോയിങ് ആയി. ഫീച്ചേഴ്സിൽ പോവാം. എക്സ്ട്രൂഡ്, കട്ട്, ഇതുവരെ ബ്ലൈൻഡ് മാറ്റിയിട്ട് നമുക്ക് ഈ ഡയറക്ഷൻ ബ്ലൈൻഡ് മാറ്റിയിട്ട് ത്രൂ ആൾ കണ്ടോ, എല്ലാവരുടെയും കട്ടായിട്ടുണ്ട്. കൊടുത്തു, ഇപ്പോൾ അവിടെ കട്ടായിട്ടുണ്ട്. ഇനി ഈ ഒരു കട്ടിങ് നമുക്ക് ഇത് മൊത്തം ആക്കണം. എന്താണ് നമുക്ക് കൈ
വരച്ചിട്ട് ഷേപ്പ് ആക്കാനുള്ളൂ. അതിൻ്റെ ഒരു ആരമാണിത്. ആദ്യം നമുക്ക് ഡയറക്ഷനായിട്ട് ഈ ലൈൻ ചൂസ് ചെയ്തിട്ട് ലീനിയർ പാറ്റേണിന് വേണ്ട കട്ടിങ് ഏറ്റവും ലാസ്റ്റ് ഈ കട്ടിങ്. അതിൻ്റെ ഡിസ്റ്റൻസ് വന്നിട്ട് 0.23 mm. നമ്പർ ഓഫ് പാർട്ട് നമ്പേഴ്സ് 100 mm. 100 നമ്പേഴ്സ്. ഓക്കെ, നമ്മളത് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് മോഷൻ സ്റ്റഡിയിലിടാം. മോഷൻ സ്റ്റഡി പോവാം. വിസാർഡ്. നെക്സ്റ്റ് റൺ. ഇത്രയേ ഉള്ളൂ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. എന്തെങ്കിലും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. ഇനി അടുത്ത വീഡിയോയുമായിട്ട് അടുത്ത ദിവസം കാണാം.